നമസ്കാരം, ഞാൻ ഷാഹിൻ. ഇന്ത്യൻ ക്ലാസിഫൈഡ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാം, ഈ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ ആലോചിച്ചത് ഒരുപാട് റിയൽ എസ്റ്റേറ്റ്, ഒരുപാട് ചാനൽസ് നമ്മൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ബേസിക്കായിട്ട് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ സ്ഥലം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോഴൊന്നും നമ്മുടെ ഇവിടെ ഓണേഴ്സ് വില്ലിംഗ് ആയിരുന്നില്ല അവർ വീഡിയോയിൽ വരാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ നിന്ന് ആ സ്ഥലത്തിന്റെ സവിശേഷതകളും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഓണർ വില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രോപ്പർ പ്ലേസ് എന്ന് പറയുമ്പോൾ വെള്ളയാണിയാണ്. വെള്ളയാണി നമ്മുടെ ഫേമസ് പ്ലേസ് ആണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ. അപ്പോൾ എവിടെ? സ്റ്റുഡിയോ റോഡ്. അതെ, സ്റ്റുഡിയോ റോഡ് വെള്ളയാണിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതാണ് പ്രോപ്പർ പ്ലേസ്. അപ്പോൾ ഇവിടെ ഒരു പേരുണ്ട് ഈ ഒരു പ്ലോട്ടിന്, റെയിൽ വ്യൂ ഗാർഡൻ എന്നാണ് ഇതിനൊരു പേര്. അപ്പോൾ സാർ, ഈ ഒരു പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ സാറിന് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട്. പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യതിയാനം വരുത്തിയ ഭൂമിയാണ്. മരങ്ങളെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. 2 പ്ലോട്ട് ഇതിൽ സെയിലായിട്ടുണ്ട്. ബാക്കി വരുന്ന പ്ലോട്ട് വന്നിട്ട് ഒരുമിച്ചായിരുന്നാലും പ്ലോട്ടുകളായിട്ടായിരുന്നാലും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇത് ടോട്ടൽ എത്ര സെന്റ് ഉണ്ട് സാർ? ടോട്ടൽ വന്നിട്ട് 75 സെന്റ് ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു ബിൽഡിംഗ് ഇവിടെ പണിയാൻ എന്തെങ്കിലും ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ഒന്നിച്ച് 75 സെന്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണെന്നുള്ള നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഒന്നിച്ച് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇത് പാർട്ടായിട്ടും കൊടുക്കുമല്ലോ സാർ? പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. കക്ഷിക്ക് കാണുന്ന മതിൽ കെട്ടിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അഡ്വാൻസ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് സാർ എങ്ങനെയാണ് 3, 4, 5 അങ്ങനെ പല സെന്റ് ആയിട്ട്? 3, 4, 5, 6, 7 സെന്റ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും ഭംഗിയുള്ളൊരു പ്ലോട്ടാണ്, ഒരു ബിഗ് പ്ലോട്ട്. 75 സെന്റിന്റെ ഒരു ഭംഗിയുള്ളൊരു പ്ലോട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ പ്ലോട്ട് ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് സാറ് സെപ്പറേറ്റ് ചെയ്ത് 3 സെന്റ് ആണെങ്കിൽ 3 സെന്റ്, 4 ആണെങ്കിൽ 4 കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ സാർ റെഡിയാണ്. അപ്പോൾ സാർ, കൂടുതലായിട്ട് ഇത് എത്ര ദൂരം വരും ഒന്ന് കറക്റ്റ് ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? വെള്ളയാണിയിൽ നിന്ന് എത്രയാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ടിലേക്ക് വരാൻ ദൂരം? വെള്ളയാണി ജംഗ്ഷനിൽ നിന്നും പോത്തീസിന്റെ അവിടെ നിന്നാണെങ്കിൽ കറക്റ്റ് പ്ലോട്ടിലേക്ക് വന്നിട്ട് 650 മീറ്റർ ആണ്. ഓക്കെ, 650 മീറ്റർ. അത് പോയിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ പുറകിൽ നിന്നുള്ള റോഡാണെങ്കിൽ 700 മീറ്റർ. അതായത് നേമം പോലീസ് സ്റ്റേഷന്റെ. ഓക്കെ, നേമം പോലീസ് സ്റ്റേഷൻ. പിന്നെ ഇവിടുന്ന് ഏത് ഭാഗത്തേക്ക് പോകാനും വളരെ സുഖമാണ്. നമുക്ക് കന്യാകുമാരി ഹൈവേ അല്ലേ? അതെ, കന്യാകുമാരി ഹൈവേ. അതെ. പിന്നെ സ്റ്റുഡിയോ റോഡിൽ നിന്ന് കറക്റ്റ് 300 മീറ്ററേ ഉള്ളൂ സ്പോട്ടിലേക്ക്. അപ്പൊ നമ്മുടെ പ്ലോട്ടിന്റെ വഴി പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നമ്മുടെ വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് സ്റ്റുഡിയോ റോഡ്, അത് വലത്തോട്ട് കയറിയാൽ മതി. സ്റ്റുഡിയോ റോഡ് കയറി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മുടെ റെയിൽവേ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ കളീക്കൽ റോഡ് എന്ന് പറഞ്ഞൊരു റോഡ് കാണാൻ പറ്റും. അതിനകത്തേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. വെറും 100 മീറ്റർ മാത്രം പോയാൽ മതി ഇതിനകത്തോട്ട്. സാർ, ഇതിന് ചുറ്റും നമുക്ക് ഒരുപാട് കോളേജും സ്കൂളും കടകളെല്ലാം എല്ലാം ഉണ്ട്. എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽസ് അല്ലേ? പിന്നെ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് 6 കിലോമീറ്ററേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് പ്ലാങ്കാലമുക്ക് പൂഴിക്കുന്നി കയറി കഴിഞ്ഞാൽ വെള്ളയമ്പലം, ശാസ്തമംഗലം, തിരുമല, ആ ഭാഗങ്ങളിലെല്ലാം വളരെ എളുപ്പമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഈ ഒരു പ്രൈം ലൊക്കേഷനിൽ അപ്പൊ ഇവിടെ ഒരു ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പ്രൈസ് ആണ്, ഇതിന്റെ ഒരു അഫോർഡബിലിറ്റി. അതായത് ഞാൻ ആദ്യം സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാർ ഇതിന്റെ ഒരു പ്രൈസ് പറഞ്ഞപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇത്ര ഒരു അടിപൊളി ഒരു ലൊക്കേഷൻ, ഈ വെള്ളയാണി എന്ന് പറഞ്ഞ ഈ ഒരു പ്രൈം ലൊക്കേഷനിൽ 1 സെന്റിന് സാർ ചോദിക്കുന്ന റേറ്റ് 6 lakhs ആണ് അല്ലേ സാർ? 6 lakhs. അതും തീർത്തും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമ്മൾ സാറിന്റെ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കൊടുത്തിരിക്കും. ആവശ്യക്കാർ സാറിനെ ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സാറുമായിട്ട് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം ഫിക്സ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വന്ന് ഈ ഒരു മനോഹരമായ ഒരു സൈറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സാറുമായിട്ട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഡീൽ ഫിക്സ് ചെയ്യാം. അത് പോയിട്ട് റോഡിന്റെ ഒരു സൈഡിലേക്ക് 12 അടി വീതിയിൽ നമ്മളൊരു റോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതൊന്ന് കണ്ടാലോ സാർ? യെസ് സാർ. അപ്പൊ ഇതാണല്ലേ റോഡ്? അതാണ് റോഡ്. ഓക്കെ, നമുക്ക് നമുക്കൊന്ന് കാണാം. 12 അടി അല്ലേ? 12 അടി വീതിക്ക്. 12 അടി വീതിക്ക് ഒരു റോഡ് നമ്മുടെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇന്റർലോക്ക് ഇട്ട വഴി അല്ലെ? 12 അടി വീതി. ഓക്കെ, ആ ഒരു ഇതിന് ചെയ്തിരിക്കുന്ന വഴിയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഇന്റർലോക്ക്. സാർ, ഈ മഞ്ഞക്കല്ല് പാർട്ടീഷന്റെ ഇതിന് തീർച്ചയായിട്ടും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചായിരുന്നാലും പാർട്ടായിട്ട് കൊടുക്കുന്നതിന് എന്തെങ്കിലും ഡിഫറൻറ്റ് വരുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഈ മഞ്ഞക്കല്ല്. അപ്പൊ സാർ നേരത്തെ പറഞ്ഞ നമുക്ക് സെയിലായി പോയ പ്ലോട്ടിൽ ഒന്ന് ഇതാണല്ലേ? മതിൽ കെട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ മതിൽ കെട്ടിയിരിക്കുന്ന പ്ലോട്ട് നമുക്കൊന്ന് കാണാം. അതിനു മുമ്പായിട്ട് സാർ, ഈ ഒരു മരം ഇവിടെ വെച്ചിരിക്കുന്ന മരങ്ങളെല്ലാം നേരത്തെ ഉള്ളതാണ്, മരങ്ങളൊന്നും മുറിക്കാത്തതാണ്. എന്നിട്ട് നമ്മള് ഗവൺമെന്റിന് 38 ലക്ഷം രൂപ കൊടുത്ത് പൊതുവ്യതിയാനം വരുത്തിയ ഭൂമിയാണ്. ആർക്കും വീട് വയ്ക്കാം. ഇതിൽ വേറെ ഒന്ന് നോക്കിയാൽ മാത്രമേ അറിയാവൂ. കോർപ്പറേഷൻ ഇതാണല്ലേ? കോർപ്പറേഷൻ ഇത്
ഓക്കെ, കോർപ്പറേഷൻ ഇതിൽ 49ാം വാർഡല്ലേ? 49. അപ്പോ ഇതാണ് സാറ് റീസെന്റ് ആയിട്ട് അല്ലേ സെല് ചെയ്ത പ്ലോട്ട്. ദുബായിലുള്ള ഒരാൾക്ക് സെല് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് പ്ലോട്ട് ഒന്ന് വിശദമായിട്ട് നമുക്കൊന്ന് കാണിക്കാം ഓഡിയൻസിനെ. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളെ ഈ വീട്, ഈ ചുറ്റും വീടൊക്കെ ഇരിക്കുന്ന ഇതുപോലത്തെ ഈ ഒരു ഭൂമിയിലാണ് ഈ വീടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ വന്ന് പ്ലോട്ട് വാങ്ങിക്കുന്നവർക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ ഈ റോഡ് വരുന്നതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും സാർ? അതായത് ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളത്. നമ്മൾ ഈ കാണുന്ന റോഡ് എങ്ങോട്ടാണ്? ഈ റോഡ് വന്നിട്ട് സ്റ്റുഡിയോ റോഡിലേക്കാണ് പോകുന്നത്. സ്റ്റുഡിയോ മെയിൻ റോഡിലേക്ക് 300 മീറ്ററേ ഉള്ളൂ. മെയിൻ റോഡിലേക്ക് 300 മീറ്റർ മാത്രം ഈ ഒരു റോഡ് നേരെ ചെന്ന് എത്തുന്നത് സ്റ്റുഡിയോ റോഡല്ലേ? ഓക്കെ, ഇങ്ങോട്ട് പോകുന്നതാണ് സാർ നേരത്തെ പറഞ്ഞ നേമം പോലീസ് സ്റ്റേഷൻ. അതൊന്ന് കാണിച്ചു. ഓക്കെ, ആ റെയിൽവേ ഗാർഡൻ എഴുതിയിരിക്കുന്നതിന്റെ അങ്ങോട്ട് പോകുന്നതാണ് നമ്മുടെ നേമം പോലീസ് സ്റ്റേഷന്റെ ബിഹൈൻഡ് ഉള്ള റോഡ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ വഴി കാണാം, ഈ ഒരു കയറ്റമുള്ള വഴി. ഇതാണ് നമ്മുടെ നേമം പോലീസ് സ്റ്റേഷൻ ചെന്നെത്തുക അല്ലേ സാർ? അതെ. നേമം പോലീസ് സ്റ്റേഷൻ. അതിനോടൊപ്പം തന്നെ ഈ ഒരു വഴിയും കൂടെ ഉണ്ട്. ഈ ഒരു വഴി ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേരെന്താ സാർ? പാമാങ്കോട് ചെന്നെത്തുന്ന വഴിയാണിത്. അപ്പോ സാർ ഇത് എങ്ങനെയാണ്? സാർ മാത്രമാണ് ഓണർ? അത് എന്തെങ്കിലും പാർട്ണർ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇതൊരു പാർട്ണർഷിപ്പിന്റെ ഒരു ഇതാണ്. ഈ റെയിൽവേ ഗാർഡൻ എന്നുള്ള പേര് വരാൻ എന്താണ് നിങ്ങളുടെ കാരണം? നമ്മളൊരു 10-15 വീട് ഇവിടെ പുതുതായിട്ട് വരുന്നതുകൊണ്ട് അതിന്റെ പുതിയ ഒരു വില്ല പോലത്തെ ഓക്കെ. അപ്പം ഡിഫറെന്റ് ആയിട്ട് ഇതുപോലെ സെന്റ് ഡിവൈഡ് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മനോഹരമായ ഒരു വില്ല തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ റെയിൽവേ ഗാർഡൻ. അല്ലാതെ ഫുൾ ആയിട്ട് സ്വന്തമാക്കാനുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു മെഗാ ഒരു ബിൽഡിംഗ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. തീർച്ചയായും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ലൊക്കേഷനിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം നമുക്ക് എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ചുറ്റും. നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചുറ്റുമുണ്ടോ, കടകളുണ്ടോ, ഹോസ്പിറ്റൽസ് ഉണ്ടോ, സ്കൂൾസ് ഉണ്ടോ, എന്തൊക്കെ നമുക്ക് ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഉള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ പ്ലോട്ടായാലും വീടായാലും നമ്മൾ വാങ്ങിക്കുകയും ചെയ്യുള്ളൂ, വെക്കുകയും ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അക്സസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രാവച്ചമ്പലം റെയിൽവേ സ്റ്റേഷൻ അല്ലേ? 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പ്രാവച്ചമ്പലം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതൊരു മെഗാ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഗവൺമെന്റ് ശാന്തിവിള ഹോസ്പിറ്റലും അടുത്താണ്. ഓക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇവിടെ അടുത്തുണ്ട്. 1 കിലോമീറ്റർ ഉള്ളൂ. 1 കിലോമീറ്റർ ശാന്തിവിള. ഓക്കെ, പിന്നെ ചുറ്റും നമ്മുടെ പിന്നെ പോത്തീസ് ഉണ്ട്. പോത്തീസ് ആണ് മെയിൻ. അവിടെ നിന്ന് വെറും 650 മീറ്റർ മാത്രമേ ഉള്ളൂ സ്പോട്ടിലേക്ക്. അപ്പം ചുറ്റും നല്ല നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ ഒരു പ്ലോട്ടിന്റെ. അപ്പൊ ഇതൊരു മെഗാ ഒരു ഡീല് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു പ്ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ. അത് വിത്തൗട്ട് എനി ഡൗട്ട് ഷുവർ ആണത്.